ഈ തീരുമാനമെടുക്കേണ്ട സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി അമേഠിയും റായ്ബറേലിയും ഡിസ്കസ് ചെയ്തതിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റന്നാളാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. നാളെ നിങ്ങൾക്ക് തീരുമാനമുണ്ടാവും. അപ്പൊ എങ്ങനെ കോൺഗ്രസ് അധ്യക്ഷൻ തീരുമാനിക്കത്തുള്ള കാലം ഞാനെങ്ങനെ പറയൂ? അത് അല്ലല്ല, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടത്തിലല്ലായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. ഇത് ലാസ്റ്റ് ഘട്ടത്തിൽ ആ തെരഞ്ഞെടുപ്പ് വെച്ചത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും തീരുമാനിക്കുന്നത് പോലെ തന്നെ ആ 2 സീറ്റുകളിലും തീരുമാനം നാളെ പറയും. ഒരു പൊതുവായ വികാരം എങ്ങനെയാണ്? രണ്ടിടത്തും വേണമെന്നാണോ വേണ്ട എന്നുള്ളതാണോ? അല്ല, പൊതുവായ വികാരമല്ല. നമ്മുടെ സ്ഥാനാർത്ഥികളെ, മികച്ച സ്ഥാനാർത്ഥികളെ 2 സ്ഥലത്തും ആരാണെന്ന് നോക്കി നാളെ തരും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വളരെ ശക്തമായ വിമർശനമാണ് മോഡിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നുള്ളൊരു ഭയം കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? അത് സ്വാഭാവികം, അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രധാനമന്ത്രിയുടെ പദവി ഒട്ടും ചേരാത്തവണ്ണം പിന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ സന്തോഷപ്പെടുത്താനാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ മറ്റൊരു കമ്മ്യൂണിറ്റിയെ മോശമാക്കി, വളരെ മോശമാക്കി കാണിച്ചാൽ വേറൊരു കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്, അതും പ്രധാനമന്ത്രിയുടെ തലത്തിൽ വിചാരിക്കുന്നത്, അതിനപ്പുറം രാജ്യത്തിന് വേദനാജനകമായിട്ടുള്ള മറ്റെന്ത് കാര്യമുള്ളത്? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഇത്തരം വാക്കുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നിരാശയിൽ നിന്നുണ്ടായിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർത്തും നിരാശയിൽ നിന്ന് ഫസ്റ്റും സെക്കൻഡും ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കില്ല എന്ന് തോന്നിയപ്പോഴാണ് വിത്തെടുത്ത് കുത്തുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ വേറെന്താ? ഇത് മനുഷ്യനെ തമ്മിൽ ധരിപ്പിക്കാതെ ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നിട്ട് 10 വോട്ട് കിട്ടുമെന്ന് നോക്കുക, ലാസ്റ്റ് എഫേർട്ട് നടത്തുകയാണ് അവർ ചെയ്യുന്നത്. അതിൽ ഒരു കാരണവശാലും പിന്നെ ജനങ്ങൾ വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, എല്ലാ കാര്യത്തിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. 2 ഘട്ടം പിന്നിട്ടതോടെ ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടിയോ? തീർച്ചയായിട്ടും ഞങ്ങൾ കോൺഫിഡൻസോടുകൂടിയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും നല്ല മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇലക്ഷൻ നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിരാശാജനകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ രാജ്യത്തിന് മുറിവുകൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ്. രാജ്യത്തിന്റെ നമ്മുടെ സിസ്റ്റത്തിന് തന്നെ മുറിവുകൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കഴിയും നാളെ, അത് കഴിഞ്ഞാലും ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. അത് ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നിർഭാഗ്യവശാൽ അത്തരമൊരു ചിന്തയെ അദ്ദേഹത്തിനില്ല. ഞങ്ങൾ പ്രതിരോധിക്കുന്നത് മോദിയുടെ പ്രതികരണങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളെന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ യഥാർത്ഥത്തിലുള്ള എന്താ പ്രശ്നങ്ങൾ? തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷം. ചെറുപ്പക്കാർ 10 പേര് ഒന്നിച്ചു കൂടിയാൽ അവർ ജോലിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്ത്രീകളെ ഒന്നിച്ചുകൂടി അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് സ്ത്രീകൾ ചിന്തിക്കുന്നത്. കൃഷിക്കാരൻ അവന്റെ വരുമാന മാർഗത്തെക്കുറിച്ച്. ഇതൊന്നും ചെയ്യാത്ത ഗവൺമെന്റ് അവരുടെ പെർഫോമൻസിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് ഡൈവേർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഇഷ്യൂസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇഷ്യൂസിനെ തിരിച്ചു കൊണ്ടുവരിക, ഈ നാട്ടിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും ജോലി. അങ്ങനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളെയൊന്നും ഞങ്ങൾ വകവെക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു പ്രതീക്ഷയുമില്ലാത്തവണ്ണമുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇന്നലെ വൈകിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഫൈനൽ വെബ്സൈറ്റിൽ വോട്ടിംഗ് പെർസെന്റേജ് ഇട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1-2 ദിവസം എടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത വണ്ണമുള്ള പ്രവർത്തനം നിർഭാഗ്യവശാൽ ഇലക്ഷൻ കമ്മീഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദിക്കെതിരെ കംപ്ലയിന്റ് ഉണ്ടായാൽ പാർട്ടി പ്രസിഡന്റിന് കൊടുക്കാമെന്നുള്ളൊരു കീഴ്വഴക്കം പോലും ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ്. അതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് ഞങ്ങൾക്കും കിട്ടി. രാഹുൽ ഗാന്ധി കൊടുക്കേണ്ട നോട്ടീസ് കോൺഗ്രസ് അധ്യക്ഷന് കൊടുത്തു. മനസ്സിലായില്ലേ? ഇത് രാജ്യത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പൊളിറ്റിക്കൽ പാർട്ടിയെ നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നീതിപൂർവമായ ഇലക്ഷൻ നടത്താൻ ഉത്തരവാദപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ, അത് ബാധ്യതപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ സത്യത്തിൽ ഞങ്ങൾക്ക് നിരാശ തോന്നുകയാണ് ആ പ്രവർത്തനത്തെക്കുറിച്ച്. ആയിരുന്നു അതിന് അവര് പ്രധാനമന്ത്രി വളരെ ക്ലിയർ ആയിട്ടാണ് കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കത്തക്കവണ്ണമുള്ള സ്റ്റേറ്റ്മെന്റ് ഇലക്ഷൻ കമ്മീഷന്റെ കോഡ് ഓഫ് കോണ്ടക്ടിനെ ക്ലിയറായി വയലേറ്റ് ചെയ്താണ്. അതിനുമുമ്പ് രാഹുൽ ഗാന്ധിക്ക് എത്രയോ നോട്ടീസ് അയച്ച ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചില്ല. അതിന് പകരം പാർട്ടി പ്രസിഡന്റ് ഒരു നോട്ടീസ് അയച്ചു എന്ന് വരുത്തി തീർത്തു. പിന്നീട് വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ അപകടകരമായ പരാമർശങ്ങൾ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിനാണല്ലോ ഇലക്ഷൻ കമ്മീഷന്റെ നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയിൽ നിന്നും മാറ്റിയെടുത്തത്.
ആ ബില്ല് പാസ്സാക്കിയതാണല്ലോ കേരളത്തിലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും കറുത്തൊരു അധ്യായമായിരുന്നു അത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള കമ്മീഷണർമാരെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കാനുള്ള അധികാരം ഉള്ള 3 അംഗ കമ്മിറ്റിയിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണം. അതുതന്നെയാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തീരുമാനം ഉണ്ടായത്. ഞങ്ങൾ വളരെ ശക്തമായി എതിർത്തു നോക്കിയതാണ്. ഭൂരിപക്ഷം അവർക്കൊണ്ട് അവർ പാസ്സാക്കി, അവർ തീരുമാനമെടുത്തു. ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. ഇപ്പൊ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, അപ്പൊ ഇവിടെ KPC പ്രസിഡന്റ് ഇപ്പൊ താൽക്കാലിക ചുമതലയാണ്. അത് സംബന്ധിച്ച് ഇനി മാറ്റം വീണ്ടും ഉണ്ടാവും. അല്ല, അതൊക്കെ കൂടിയ ആലോചനയുള്ള തീരുമാനിക്കും. അതിലത്തെ രാഷ്ട്രീയം ഇപ്പോൾ ഇങ്ങനെയാണ്. 12 സീറ്റുകളാണ് CPM അവകാശപ്പെടുന്നത്. എല്ലാം വോട്ട് പെട്ടിയിലായി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അവകാശപ്പെടുന്നതിലൊന്നും കാര്യമില്ല. പക്ഷെ കോൺഗ്രസും UDF-ഉം ഉറച്ചു വിശ്വസിക്കുന്നു 20-20 സീറ്റും ജയിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയായിരുന്നു തെരഞ്ഞെടുപ്പിലുണ്ടായത്. 20-20 സീറ്റും UDF നേടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞ സമയത്തൊക്കെ ഇല്ല, വോട്ട് അതിന്റെ ഒരു അനാലിസിസ് ഞങ്ങൾ ക്ലോസ് ആയിട്ട് നടത്തുന്നുണ്ട്. എന്തായാലും അതിനകത്ത് ആ ഒരു വോട്ടിംഗ് ശതമാനം കൂട്ടിക്കഴിഞ്ഞാലും 20-ൽ ശക്തമായിട്ടുള്ള സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി വരണം എന്നുള്ള വികാരം ഉണ്ടായിരുന്നു. ഈ 2 വികാരവും ഒരുപോലെ വന്നത് കേരളത്തിൽ 20 സീറ്റും UDF-ന് നൽകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ അതായത് നിങ്ങൾക്കല്ലേ അത്ഭുതമുള്ളൂ. അത് ഇന്നലെ തീരുമാനിച്ചപ്പോൾ തന്നെ മാറ്റിവെക്കാനായിട്ട് വെച്ചതല്ലേ. ഓരോ അവധിയും മാറ്റിവെക്കുന്നതിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ കേസേ ഉള്ളൂ ഇന്ത്യയിൽ. അതിപ്പോൾ ലാവ്ലിൻ കേസായിട്ട് മാറിയിരിക്കുകയാണ്. മാറ്റിവെക്കാനായിട്ട് തീരുമാനിക്കുന്ന കേസ്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. വനിതകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന ആളാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി. നിങ്ങൾ കർണാടകത്തിലെ സംഭവവികാസങ്ങൾ ഡെവലപ്മെന്റ് ഒന്നും കാണുന്നില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കും ഡിസംബറിൽ തന്നെ നേരിട്ട് അറിവുണ്ടായിരുന്ന ഒരു കേസ്, വേൾഡിലെ തന്നെ ഏറ്റവും മോശപ്പെട്ടൊരു കേസ്. അയാൾക്ക് ടിക്കറ്റ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രസംഗിക്കാൻ അവിടെ പോവുകയും ചെയ്ത പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് വേണ്ടി പറയാൻ എന്താ അവകാശമുള്ള ധാർമ്മികതയുള്ളത്? പ്രധാനമന്ത്രി പറയേണ്ട ഉത്തരങ്ങളുണ്ട് ഒരു കാര്യം. ആ കേസിൽ, ബാംഗ്ലൂരിലെ പീഡന കേസിൽ ആ പ്രതി രാജ്യം വിടാൻ അവസരം ഒരുക്കി കൊടുത്തത് ആരാണ്? ആ പ്രതിയാണെന്ന് സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നയാൾ ഡിസംബർ 23-ന് കത്ത് കൊടുത്തിട്ടും ആ കത്ത് അവഗണിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുകയും സ്വന്തം മുന്നണിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ഇത് 2 ചോദ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവരെപ്പോഴും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നവരാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം